അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മൾ അതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും. ഹലോ കൂട്ടുകാരെ, നമ്മൾ കുറെ കാലമായി കേൾക്കുന്നതാണ് ബിഗ് ടി വി വരുന്നേ എന്നുള്ളത്. വമ്പൻ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് സാധനം ടി വിയിൽ വന്നപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ? സിനിമ കാണാൻ കയറിയ പ്രേക്ഷകന് സിനിമ കൊട്ടകയിലെ വിയർപ്പും ദുർഗന്ധവും മാത്രം കിട്ടിയൊരവസ്ഥ. ചീഫ് എഡിറ്റർ സുജയ പാർവതി വിയർത്തൊലിച്ച് നിൽക്കുന്നത് കണ്ട് മലയാളികൾ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ, ആ 10 ലക്ഷം രൂപ ശമ്പളത്തിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് ഒരു ഫാൻ വാങ്ങിക്കൂടെ സുജയെ എന്നുള്ളത്. എന്തായാലും ഇന്ന് നമ്മൾ ബിഗ് ടിവിയുടെ ഈ ഒരു വിയർത്തൊലിച്ച തുടക്കത്തെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഗ്ലാമർ പോയി ഗതികേട് വന്നു. ഇതാണ് ഇപ്പോഴത്തെ ബിഗ് ടിവിയുടെ അവസ്ഥ. റിപ്പോർട്ടർ ടിവിയിൽ നമ്മൾ കണ്ട സുജയ വേറെയും ബിഗ് ടിവിയിലെ സുജയ വേറെയാണ് കേട്ടോ. എന്നുവെച്ചാൽ അത് ഇത് റേ എന്നുള്ള പരിപാടിയായിപ്പോയി. ബിഗ് ബസ് എന്നൊരു പരിപാടിയിൽ ഇറങ്ങിയതാണ് കക്ഷി. പക്ഷെ കണ്ടവർക്കൊക്കെ തോന്നിയത് എന്താണെന്നറിയുമോ? KSRTC ബസ്സിലെ കണ്ടക്ടർ പണിക്ക് പോയ ആളെ പോലെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ സുനിത ദേവദാസ് ചോദിക്കുന്നത് പോലെ തന്നെ ഇത്രയും മുതിർന്ന ഒരു ജേർണലിസ്റ്റ് ഇത്രയും അലസമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരാമോ എന്നുള്ളത്. മേക്കപ്പും ഒലിച്ചുപോയി, മുടി അലങ്കോലവുമായി. ഇതിപ്പോ ജേർണലിസം ആണോ അതോ സർവൈവൽ ത്രില്ലറോ മറ്റോ ആണോ? മേക്കപ്പ് മാൻ പുതിയ ആളെന്നൊക്കെ പറഞ്ഞ് സുജയ ഇതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഇതിലൂടെ ചാനലിന്റെ ദാരിദ്ര്യമാണ് പുറത്തു വരുന്നത്. 10 ലക്ഷം ശമ്പളം വാങ്ങുന്നവർക്ക് ഒരു നല്ല മേക്കപ്പ് സെറ്റ് വാങ്ങാൻ കാശില്ലേ? എന്തായാലും ബിഗ് ടിവിയിലെ അടുത്ത ഒരു കോമഡി എന്ന് പറയുന്നത് കോപ്പി അടി തന്നെയാണ്. റിപ്പോർട്ടർ ടിവിയുടെ അതേ ഗ്രാഫിക്സ് തന്നെ. അറ്റ്ലീസ്റ്റ് ആ കളറെങ്കിലും ഒന്ന് മാറ്റാമായിരുന്നു. MD അനിൽ അരൂറിനെ മാധ്യമ ലോകത്തെ രാജമൗലി എന്നൊക്കെ പുകഴ്ത്തുന്നത് കണ്ടു. പക്ഷെ രാജമൗലിയുടെ ഗ്രാഫിക്സ് നമ്മൾ കണ്ടതാണല്ലോ. ഇത് കണ്ടാൽ തോന്നും 90കളിലെ ആരോ പെയിന്റിൽ വരച്ച് വെച്ചതാണ് എന്നുള്ളത്. അനിൽ അരൂർ റിപ്പോർട്ടറിലെ ആന്റോ അഗസ്റ്റിനെ അനുകരിക്കാനൊക്കെ ചാനലിന് നടുക്കിരുന്ന് ഷൈൻ ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, അത് ആന പിണ്ടിയിടുന്നത് കണ്ട് മുയൽ പിണ്ടിയിട്ട ഒരവസ്ഥയായിപ്പോയി. വെറുതെ ഇരുന്നാൽ പോരാ, മാത്രം സാറേ, പറയുന്ന കാര്യത്തിൽ കുറച്ച് ജേർണലിസ്റ്റിക് ആയിട്ടുള്ള സെൻസ് കൂടി വേണം. നമ്മുടെ വേണു ബാലകൃഷ്ണനും വിജയകുമാർ ഇവരൊക്കെ ഏത് നേരത്താണോ ബിഗ് ടിവിയിലേക്ക് വണ്ടി കയറിയതെന്ന് ആലോചിച്ച് അവര് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. വിജയകുമാറിനെ ബസിന്റെ മൂലയിൽ ഒതുക്കി നിർത്തി സുജയെ ചോദ്യം ചോദിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. 24 ന്യൂസിലൊക്കെ രാജാവിനെ പോലെ ഇരുന്ന ആളാണ്. വേണു ആകട്ടെ സുജയുടെ കൂടെ ഇരിക്കുമ്പോൾ ഏതോ വൈവ പരീക്ഷയ്ക്ക് മുന്നിൽ പേടിച്ചിരിക്കുന്ന കുട്ടിയെ പോലെ ഉണ്ട്. സുജയെ ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി കണ്ടാൽ തോന്നും ചാനലല്ല, ഒരു ട്യൂഷൻ സെന്റർ ആണ് നടത്തുന്നതെന്ന് തോന്നിപ്പോകും. ഇങ്ങനെ പോയാൽ ഈ ഒരു വമ്പൻ സ്രാവുകളൊക്കെ ഉടൻ തന്നെ വല പൊട്ടി വേറെ ചാനലിലേക്ക് ചാടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ബിഗ് ടിവി തുടങ്ങിയ അന്ന് തന്നെ ഇറാനും ഇസ്രായേൽ യുദ്ധമൊക്കെ പൊട്ടി പുറപ്പെട്ടതാണ്. ചാനലിന് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരം. പക്ഷേ റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ സഹതാപം തോന്നിപ്പോയി. ആർക്കും ഒരു വിവരവുമില്ല. ലോകം യുദ്ധം ചർച്ച ചെയ്യുമ്പോൾ ഇവർ ബസ്സിലിരുന്ന് മീൻ വാങ്ങുന്നതും സൂര്യോദയം കാണിക്കുന്നതും അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഹൈദരാബാദിലെ ഏതോ പഴയ സ്റ്റുഡിയോയിലെ പൊടി പിടിച്ച ഉപകരണങ്ങൾ വെച്ച് അനിൽ അരൂർ കാണിക്കുന്ന ഈ ഒരു സാഹസം എത്ര കാലം മുന്നോട്ട് പോകുമല്ലേ? പൈസ ഉണ്ടെങ്കിൽ ആരെയും കൂടെ കൂട്ടാം. പക്ഷേ ചാനൽ വിജയിപ്പിക്കാൻ കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടി വേണം മിസ്റ്റർ രാജമൗലി സാറേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബിഗ് ടിവി എന്നാൽ പേര് ബിഗ് ആണെങ്കിലും പണി സ്മോൾ എന്നതാണ് അവസ്ഥ. അനിൽ അരൂരിന്റെ തള്ളും കൊണ്ട് മാത്രം ഒരു ചാനൽ മുന്നോട്ട് പോകില്ല. നല്ലൊരു എഡിറ്ററേയും ക്വാളിറ്റിയുള്ള ക്യാമറയും വാങ്ങി ചാനൽ ഒന്ന് നന്നാക്കാൻ നോക്കുക. ഇവിടെ സാധാരണക്കാർക്കിടയിൽ പ്രധാന സംസാര വിഷയമായിരിക്കുന്നത് സുജയ പാർവതിയുടെ ശമ്പളം തന്നെയാണ്. ജനങ്ങളുടെ വികാരം എന്താണ്? മാസം 10 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ചീഫ് എഡിറ്റർക്ക് ഒരു AC കാറോ അല്ലെങ്കിൽ വിയർക്കാത്ത രീതിയിലുള്ള സ്റ്റുഡിയോ സൗകര്യമോ ഒരുക്കാൻ ഈ ചാനലിന് കഴിയില്ലേ എന്നതാണ്. റിപ്പോർട്ടർ ടിവിയിലെ ലക്ഷറി സെറ്റുകളിൽ നിന്ന് വന്ന് ഒരു സാധാരണ ബസ്സിലിരുന്ന് വിയർത്തൊലിച്ച് വാർത്ത പറയുന്ന സുജയെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് അതൊരു തരം താഴ്ത്തലായിട്ടാണ് തോന്നിയത്. പണം കിട്ടിയിട്ടുണ്ടാകാം, പക്ഷെ പണിയെടുക്കാനുള്ള സാഹചര്യം മോശമാണ്. ഇങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണ് ജനങ്ങൾക്കിടയിൽ ഉള്ളത്. എന്തായാലും നമ്മുടെ അനിൽ അരൂറിനെ മാധ്യമ ലോകത്തെ രാജമൗലി എന്ന് വിശേഷിപ്പിച്ചത് വിനയായിട്ട് മാറിയിട്ടുണ്ട്. രാജമൗലി എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിശയിപ്പിക്കുന്ന ദൃശ്യ മികവാണല്ലേ. എന്നാൽ TV ഓൺ ചെയ്തപ്പോൾ കണ്ടതോ അലിൻ ജോസ് പെരേര ശൈലിയിലുള്ള തട്ടിക്കുട്ട് പരിപാടികളാണ്. അതായത് ദൃശ്യങ്ങൾക്ക് ഒട്ടും തെളിച്ചമില്ലാത്തതും ഗ്രാഫിക്സും വളരെ മോശമായതും ജനങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതാണോ നിങ്ങളുടെ ബ്രഹ്മാണ്ഡ വിഷ്വൽസ് എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഉയർന്നാൽ അതിന് തെറ്റു പറയാനും പറ്റില്ല.
എന്തായാലും തള്ളലിനനുസരിച്ചുള്ള ഒരു നിലവാരം ബിഗ് ടിവിക്ക് ഇല്ല എന്നുള്ള കാര്യം സാധാരണക്കാർ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തനിമയില്ലാത്ത തുടക്കമായിപ്പോയി ബിഗ് ടിവിയുടെ കാര്യം പറയുമ്പോൾ. ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബിഗ് ടിവി കണ്ടപ്പോൾ പലർക്കും തോന്നിയത് എന്താണ്? ഇത് റിപ്പോർട്ടർ ടിവിയുടെ ഒരു മോശം കോപ്പിയടിയാണ് എന്നുള്ളതാണ്. ലോഗോ മാത്രം മാറ്റിയാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും സാമ്യമുണ്ട് ഇത്. എന്തായാലും സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ബിഗ് ടിവിക്ക് കഴിഞ്ഞിട്ടില്ല. വേറൊരു ചാനലിലെ ആളുകളെയും അവിടുത്തെ ഗ്രാഫിക്സും അടിച്ചു മാറ്റിയാൽ പുതിയ ചാനൽ ആകില്ല എന്നുള്ള കർശനമായിട്ടുള്ള വിലയിരുത്തലിലാണ് പ്രേക്ഷകർ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, വേണു ബാലകൃഷ്ണനും വിജയകുമാർ അവരുടെയൊക്കെ ഒരു മാറ്റം ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം 24 ന്യൂസിലും ഏഷ്യാനെറ്റിലും ഗർജിച്ചിരുന്ന ഈ സിംഹങ്ങളെ സുജിയുടെ കീഴിൽ വെറും കാഴ്ചക്കാരായിട്ട് നിർത്തിയിരിക്കുന്നത് കാണാൻ പ്രേക്ഷകർക്ക് ഒട്ടും താല്പര്യമില്ല. സുജയ പാർവതി തന്റെ സഹപ്രവർത്തകരെ ഡീൽ ചെയ്യുന്ന രീതി, പ്രത്യേകിച്ച് വേണു ബാലകൃഷ്ണനോടുള്ള ചോദ്യങ്ങൾ കണ്ടാൽ ഒരു ട്യൂഷൻ ടീച്ചറിന്റെ പക്വതയില്ലാത്ത പെരുമാറ്റം പോലെയാണ് ആളുകൾ വിമർശിക്കുന്നത്. അന്തസ്സുള്ളവർ അവിടെ നിൽക്കില്ല എന്നൊരു പൊതുബോധം കമന്റ് ബോക്സുകളിൽ നിറയുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മലയാളികൾ എപ്പോഴും ക്വാളിറ്റി സ്നേഹിക്കുന്നവരാണല്ലേ. ഒരു പുതിയ ചാനൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് പുതിയൊരു വാർത്താ സംസ്കാരമാണ്. പക്ഷെ ബിഗ് ടിവിയിൽ കണ്ടതോ പക്വതയില്ലാത്ത ഒരു തുടക്കം മാത്രമാണ്. 10 ലക്ഷം ശമ്പളം വാങ്ങി ചീഫ് എഡിറ്ററായ സുജയ പാർവതി വിയർത്തൊലിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ചോദിച്ചു പോകുന്നത് ഒന്നേയുള്ളൂ: ഇതാണോ മാധ്യമ ലോകത്തെ ആ രാജമൗലി ചിത്രം എന്നുള്ളത്? ഇവിടെ ആളുകളെ മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്റർഫേസ് കോപ്പി അടിച്ചത് കൊണ്ടോ ഒരു ചാനൽ ബിഗ് ആകില്ല എന്നുള്ളത് ബിഗ് ടിവി മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കും എന്നുള്ള കാര്യം അറിയില്ല. ഇവിടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് ചീഫ് എഡിറ്റർ പദവിയിലുള്ള സുജയ പാർവതി ഇത്രയും അലസമായിട്ട് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് വലിയൊരു വീഴ്ച തന്നെയാണ്. മേക്കപ്പ് ഇല്ലാത്തതല്ല ഇവിടെ പ്രശ്നം, മറിച്ച് ഒരു പ്രീമിയം ചാനൽ എന്നുള്ള അവകാശപ്പെടുമ്പോൾ കാണിക്കേണ്ട മിനിമം ക്വാളിറ്റി അവിടെ ഉണ്ടായില്ല. ഇതാണ് കാര്യം. 10 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് വിയർക്കാതിരിക്കാനുള്ള ഒരു ഫാൻ പോലും ഇല്ലാത്ത ബസ്സിൽ ഇരിക്കേണ്ടി വരുന്നത് ആ വ്യക്തിയുടെ അല്ല, ആ സ്ഥാപനത്തിന്റെ ഒരു പരാജയമാണ്. സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഇല്ലാതെ ഈ മത്സരത്തെ ബിഗ് ടിവിക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും? അതുപോലെ തന്നെ വേണു ബാലകൃഷ്ണനെയും വിജയകുമാറിനെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ളവരെ വെറും കാഴ്ചക്കാരായിട്ട് നിർത്തിക്കൊണ്ട് സുജയ പാർവതി നടത്തുന്ന ഈ ഒരു വൺ വുമൻ ഷോ ഉണ്ടല്ലോ, അത് അധികകാലം മുന്നോട്ട് പോകില്ല. ഒരു വാർത്താ ചാനൽ എന്നാൽ ടീം വർക്കാണ്. അതായത് സഹപ്രവർത്തകർക്ക് മാന്യത നൽകാതെ അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു മുന്നോട്ട് പോകുന്നത് അഹങ്കാരമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. എന്തായാലും ബിഗ് ടിവി എന്നത് ഇപ്പോൾ ബിഗ് ബലൂൺ പോലെയാണല്ലേ. കാറ്റ് നിറച്ച് വീർപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഉള്ളിലൊന്നുമില്ല എന്നുള്ള കാര്യം. സുജയ പാർവതിയുടെ വ്യക്തിപരമായിട്ടുള്ള ഗ്ലാമറിനും അനിൽ അരൂരിന്റെ തള്ളലിനപ്പുറം നല്ലൊരു കണ്ടന്റ് നൽകാൻ അവർക്ക് കഴിയുന്നില്ല. 10 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവർ വിയർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് കാണുന്ന പ്രേക്ഷകർക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. കൂട്ടുകാരെ, ബിഗ് ടിവിയുടെ ഈ ഒരു പതർച്ച വെറും ഒരു ചാനലിന്റെ പരാജയം മാത്രമല്ല, മറിച്ച് ഇന്നത്തെ കാലത്ത് ഹൈപ്പ് സംസ്കാരത്തിന് ഒരു തിരിച്ചടി തന്നെയാണ്. പണം വാരി എറിഞ്ഞ ആളുകളെ വിലക്കിഴക്കാം, വലിയ പരസ്യങ്ങൾ നൽകിയ ആളുകളെ ആകർഷിക്കാം. പക്ഷെ ക്വാളിറ്റി ഇല്ലെങ്കിൽ പ്രേക്ഷകർ അത് പുച്ഛിച്ച് തള്ളും എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണിത്. 10 ലക്ഷം രൂപ ശമ്പളം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. പക്ഷെ ആ പണത്തിനനുസരിച്ചുള്ള അധ്വാനമോ അല്ലെങ്കിൽ ആ പണം നൽകുന്ന ആ ഒരു സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്ന മിനിമം സൗകര്യങ്ങളോ അവിടെ ഇല്ലെങ്കിൽ ആ ശമ്പളം വെറും അക്കങ്ങൾ മാത്രമാണ്. ഒരു ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീ വിയർത്തൊലിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നതും അവരുടെ രൂപം കണ്ടല്ല, മറിച്ച് ആ സ്ഥാപനത്തിന്റെ പ്രൊഫഷണലിസം ഇല്ലായ്മ കണ്ടാണ്. സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് സ്വന്തം ചീഫ് എഡിറ്ററെ പോലും ഒരു നല്ല രീതിയിൽ സ്ക്രീനിൽ കാണിക്കാൻ കഴിയാത്ത ഈ ഒരു മാനേജ്മെന്റിന്റെ പരാജയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബിഗ് ടിവി നമുക്ക് നൽകുന്ന പാഠവും ഇതാണ്: പേര് ബിഗ് ആയതുകൊണ്ട് കാര്യമില്ല, പണി ബിഗ് ആയിരിക്കണം എന്നുള്ളതാണ്. തനിമ വേണം. അതായത് മറ്റൊരാളെ കോപ്പി അടിച്ചുകൊണ്ട് ആർക്കും ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. റിപ്പോർട്ട് ടിവി ആകാൻ ശ്രമിക്കാതെ ബിഗ് ടിവി ആകാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, അനുഭവ സമ്പത്തുള്ളവരെ ബഹുമാനിക്കാനും അവരുടെ കഴിവ് ഉപയോഗിക്കാനും പഠിക്കണം. ഒരു വൺ വുമൻ ഷോ കൊണ്ട് മാത്രം ഒരു വാർത്താ ചാനൽ വിജയിക്കില്ല. പിന്നെ ബ്ലർ ആയിട്ടുള്ള ദൃശ്യങ്ങളും തട്ടിക്കൂട്ടി ഗ്രാഫിക്സും കണ്ട് സഹിക്കാൻ ഇന്നത്തെ പ്രേക്ഷകർ എന്തായാലും തയ്യാറല്ല. അവർക്ക് ക്വാളിറ്റി വേണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹൈപ്പുകൾക്ക് പിന്നാലെ പോകാതിരിക്കുക. വലിയ പരസ്യങ്ങളും വമ്പൻ വാഗ്ദാനങ്ങളും കണ്ട് നമ്മൾ അമിതമായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഏതൊരു കാര്യത്തിനും അതിന്റെ കണ്ടന്റ് നോക്കി മാത്രം വിലയിരുത്തുക. എന്തായാലും ബിഗ് ടിവി മാനേജ്മെന്റിനോടും അതുപോലെ സുജയ പാർവതിയോടും ഒന്നേ പറയാനുള്ളൂ: വിമർശനങ്ങൾ ഉൾക്കൊള്ളുക, തെറ്റുകൾ തിരുത്തുക. ഇനിയെങ്കിലും ആ ക്യാമറ ലെൻസ് ഒന്ന് തുടച്ച് നല്ലൊരു എയർ കണ്ടീഷണർ വാങ്ങി ചാനൽ ഒന്ന് ഉഷാറാക്കാൻ നോക്കുക.
ഇല്ലെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ബിഗ് ടിവിക്ക് ആദരാഞ്ജലികൾ എന്നുള്ള വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വാർത്തയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും അത് മടിക്കാതെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.